വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഞായറാഴ്ച, ഞാനിത് മൺഡേ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞായറാഴ്ചയാണ് നമ്മൾ പോയത്. ഞായറാഴ്ച ഈവനിങ് നമ്മൾ ജസ്റ്റ് വണ്ടിയൊക്കെ എടുത്തൊന്ന് കറങ്ങാൻ പോയി. വേറെ എവിടേക്കുമല്ല പോയത്, നമ്മുടെ അതിരപ്പള്ളിയിലേക്കാണ് പോയത്. അതിരപ്പള്ളി കയറിയില്ല, അതിരപ്പള്ളി റൂട്ടിൽ നമ്മൾ സിൽവർ സ്റ്റോം വരെ പോയി. കാരണം ഈവനിങ് ആയിരുന്നു നമ്മൾ പോയത്. അപ്പോൾ അതിരപ്പള്ളിക്ക് കയറാൻ നിന്നില്ല. നമ്മളിങ്ങനെ ആഴ്ചയിലൊക്കെ ഒരു ദിവസം നമുക്ക് വല്ലാണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു റൈഡ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഫി കുടിക്കാൻ. നമുക്ക് വീട്ടിൽ കോഫി കുടിക്കാൻ പറ്റാണ്ടല്ല, പക്ഷേ അതൊരു രസമാണല്ലേ. നമുക്കിഷ്ടമുള്ള സ്ഥലത്തൊന്ന് ചെന്നിരിക്കുക, അതൊക്കെ ഒരു മെമ്മറിയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അതിരപ്പള്ളി റൂട്ടിലെ ഈ സ്ഥലങ്ങൾ നമുക്കൊരു കാമാണ്, നമുക്ക് രസമാണ്. അപ്പോൾ ഇത് സിൽവർ സ്റ്റോമിൻ്റെ ഇവിടെയാണ് ഞങ്ങൾ പോയത്. ഇവിടെ ജസ്റ്റ് ഒരു പാലമുണ്ട്, കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നതാണ്, നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ തട്ടുകടയിൽ നിന്ന് ചേട്ടനൊരു മസാല ബോണ്ടയും ഒരു കോഫിയും കുടിച്ചു. ഞാൻ ജസ്റ്റ് ഒരു കോഫി കുടിച്ചു. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വേറെയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞ് ഈ ഒരു പാലത്തിൻ്റെ അവിടെ നല്ല രസമാണ് കേട്ടോ. ഈ സമയത്ത് കുറച്ചും കൂടി നേരത്തെ പോകണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെയിലില്ലാത്ത സമയം നോക്കിയാണ് നമ്മൾ പോയത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാം. നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് കണ്ടോ, കുറേ ആളുകൾ, കുറേ കുട്ടികളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. ഒരു എൻജോയ്മെൻ്റ് ആണ് എല്ലാവർക്കും അല്ലേ, ഒരു വീക്കെൻഡ് ഡേ എന്ന് പറയുമ്പോൾ. ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മുടെ വണ്ടി എടുത്തു, നമ്മൾ ജസ്റ്റ് പോയി ഒരു കോഫി കുടിച്ചു, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില മുഹൂർത്തങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും പറയും അതിൻ്റെ ആവശ്യമുണ്ടോ, വീട്ടിൽ നിന്നൊക്കെ കോഫി കുടിച്ചുകൂടെ എന്നൊക്കെ. പക്ഷേ കുടിക്കാം, നമുക്ക് കോഫി കുടിക്കാം, എല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കി ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ നമുക്ക് കാത്തു സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ചില ഫോട്ടോസ്, ചില വീഡിയോസ് പിന്നീട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് എപ്പോഴും ഒരു മെമ്മറി ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആയിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളിത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ്. ഞാൻ എൻ്റെ എല്ലാ ഫോട്ടോസും എല്ലാ വീഡിയോസും പറ്റുന്നതൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. കുറേ നാളുകൾക്ക് ശേഷം നമ്മളിതെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലേ നമ്മൾ ആ സമയത്ത്, ഇവിടെയൊക്കെ പോയിരുന്നല്ലേ എന്നൊക്കെ നമുക്കൊരു മെമ്മറിയാണ്. കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സ്ഥലം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല മെമ്മറി ആയിരിക്കും. അതെങ്ങനെയാണ്, സന്ധ്യയായി, ഇരുട്ടായി. അപ്പോൾ ഇരുട്ടായെന്നുണ്ടെങ്കിലും അവിടെ പാറയമേയും അതുപോലെ തന്നെ അവിടെയൊക്കെ ആൾക്കാരുണ്ട്, മീൻ പിടിക്കാൻ വന്നവരുണ്ട്, ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് കുളിക്കാൻ വന്നവരൊക്കെ ഉണ്ട്. നൈറ്റായി. നൈറ്റ് സമയത്ത് ഒരു ഐസ്ക്രീമൊക്കെ ഇങ്ങോട്ട് കഴിച്ചു. ഇനി ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെറുതെ വണ്ടി എടുത്ത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, വന്ന റൂട്ടിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സിൽവർ സ്റ്റോം, സ്നോ സ്റ്റോം ഒക്കെ ഉണ്ട്, അവിടെ കയറാവുന്നതാണ്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും കയറിയില്ല, നമ്മൾ ലേറ്റായിരുന്നു വന്ന ആ സമയത്ത്. അപ്പോൾ ഇത് മതി. നമുക്ക് എല്ലാവിടെയും കയറാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ലൈഫിലെ ചില മെമ്മറീസ് ഉണ്ട്, നമുക്ക് പറ്റുന്ന പോലെ അതെപ്പോഴും നമ്മൾ സേവ് ആക്കി വെക്കാം. ഓക്കെ, ബൈ.